പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? ആഹ്ലാദത്തോടെ ഇരിക്കുന്നുവോ? യേശു കൂടെയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമുണ്ടാകും. അതുകൊണ്ട് യേശുവോടൊത്തിരിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം എന്നതിനു വേണ്ടിയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ദിവസവും ദൈവത്തോടു കൂടെയിരുന്നാൽ ദിവസവും നിങ്ങൾ സുരക്ഷിതരായിരിക്കും, അനുഗ്രഹമുള്ളവരുമായിരിക്കാം. ഇന്ന് തനിച്ച് ബൈബിൾ വായിച്ചുവോ? പ്രാർത്ഥിച്ചുവോ? ദൈവത്തോട് തനിച്ചിരുന്ന് സംസാരിച്ചുവോ? ചിന്തിച്ചു നോക്കൂ. ഞാനല്ലേ വോക്ക് വിത്ത് ജീസസ് കാണുന്നത്? അതൊരു 3-4 നിമിഷമല്ലേ ഉള്ളൂ. അത് മതിയോ? ദൈവത്തിൻ്റെ പാദത്തിൽ രാവിലെ കുറഞ്ഞപക്ഷം 1 മണിക്കൂർ ദൈവത്തിനായി സമയം കൊടുക്കൂ. ദൈവത്തിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കൂ, വചനം വായിക്കൂ, ധ്യാനിക്കൂ, നിങ്ങളുടെ മനസ്സിലുള്ളത് ദൈവത്തോട് പറയൂ. അതിരാവിലെ ദൈവത്തിന് സമയം കൊടുത്താൽ ആ ദിവസം മുഴുവനും ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾക്കറിയാൻ സാധിക്കും. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്താൻ പാടില്ല, മനസ്സിലായോ? ചിലർക്ക് ആ അനുഗ്രഹത്തെ നഷ്ടമാകുന്നു. നന്നായി ആശീർവദിക്കപ്പെട്ടിരിക്കും, എന്നാൽ പെട്ടെന്നൊരിക്കൽ എല്ലാം പോകും. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. 20-30 വർഷമൊക്കെ സമ്പാദിച്ച് കൂട്ടി വച്ചിരിക്കും. പെട്ടെന്ന് ഒരു വ്യാധി വരും. ഒരൊറ്റ ആഴ്ച കൊണ്ട് സമ്പാദിച്ചു കൂട്ടിവെച്ച ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ ചെലവാകും, തീർന്നു പോകും. ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമുണ്ടാകും, ലക്ഷക്കണക്കിന് പണമില്ലാതാകും. ഇതുപോലെ ആശീർവാദത്തെ നഷ്ടപ്പെട്ട് വിഷമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ? ദൈവവചനം എന്താണ് പറയുന്നതെന്നറിയാമോ? സദൃശവാക്യം 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. അനുഗ്രഹങ്ങൾ വന്നു പോകുന്നു, അത് തങ്ങി നിൽക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന അനേകം പേരുണ്ട്. നല്ല അനുഗ്രഹമുണ്ടായിരുന്നു, പെട്ടെന്നെല്ലാം ചിതലരിച്ചതുപോലെയായി. ചിലര് പറയും വരുന്നു, പക്ഷേ അത് പോകുന്നു, തങ്ങുന്നില്ല, അനുഗ്രഹം നിലനിൽക്കുന്നില്ല. നിങ്ങളങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ? ഉയർച്ച വരുന്നത് പോലെയുണ്ട്, പെട്ടെന്ന് താഴുന്നു. വിജയിക്കുന്നത് പോലെയുണ്ട്, പെട്ടെന്ന് തോൽവി. നല്ല ലാഭം വരുന്നത് പോലെയുണ്ട്, പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അനുഗ്രഹം നിലനിൽക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനേകം പേർക്കുണ്ടാകാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ശാശ്വതമായി തങ്ങിയിരിക്കണം, നിങ്ങളുടെ വീടുകളിൽ. അതിന് ദൈവം ഒരു വഴി പറയുന്നു. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹം തങ്ങും. നീതിമാനായിരിക്കണം, അവരുടെ തലയിലെ അനുഗ്രഹം തങ്ങൂ എന്ന് പറയുന്നു. അനീതികൾ പ്രവർത്തിച്ചാൽ അനുഗ്രഹം തങ്ങി നിൽക്കുകയില്ല. അനീതിയുള്ള വരുമാനം, അനീതിയുള്ള പ്രവൃത്തികൾ, അനീതിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ നീതി നഷ്ടപ്പെടുന്നു. അത് അനുഗ്രഹത്തിന് ക്ഷാമമുണ്ടാക്കും. കാരണം ദൈവം നീതിമാനാകുന്നു. അവൻ നീതിമാനായ ദൈവമെന്നും നീതിമാനായ ന്യായാധിപനാണെന്നും ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളും നീതിമാന്മാരായിരിക്കണം, അനീതിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറയുന്നു. അപ്പോൾ നീതിയും നേരുമുള്ളവരായിരിക്കുന്നവരുടെ ജീവിതത്തിലെ അനുഗ്രഹം നിലച്ചു നിൽക്കൂ. ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് പോലെയുണ്ടാകും. കൈക്കൂലി വാങ്ങുന്നവരെ നോക്കൂ. വീടുണ്ടാക്കും, നല്ല സൗകര്യങ്ങളുണ്ടാകും, കാറ് വാങ്ങിക്കും, ഭയങ്കര അനുഗ്രഹമുള്ളതുപോലെ തോന്നും. പക്ഷേ ഒരേ ഒരു ദിവസത്തെ പ്രശ്നത്തിൽ എല്ലാം നഷ്ടപ്പെടും. കണ്ടിട്ടില്ലേ? ധാരാളം പണക്കാര് ഇന്ത്യയിൽ നിന്നും ഓടിപ്പോകുന്നില്ലേ? അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. മാനം, മര്യാദ എല്ലാം പോയി, ഉള്ളതെല്ലാം തന്നെ പോയി. വിദേശത്ത് പോയി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനാവാതെ ഇരിക്കുന്നില്ലേ? എല്ലാ സ്വത്തുക്കളും കോടതി ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹം നിലനിന്നോ? അനീതി. ഇതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനായിരുന്നാലും ശരി, ശുശ്രൂഷകനായിരുന്നാലും ശരി, ബിസിനസ് ചെയ്താലും ശരി, എന്ത് ചെയ്താലും നിങ്ങളുടെ പ്രവൃത്തികൾ നീതിയുള്ളതായിരിക്കണം. നീതിമാനായ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നീതിയുള്ളവരായി നടക്കാൻ സമർപ്പിക്കണം. നിങ്ങൾ നീതിയുള്ളവരായിരിക്കണം എന്ന് ആഗ്രഹിക്കൂ. ദൈവമേ, നീതിയുള്ളവരായിരിക്കാൻ സഹായിക്കണേ എന്ന് ചോദിക്കൂ. ഈ ലോകത്തിൽ എങ്ങനെ നീതിയുള്ളവരായിരിക്കാനാകും? മേലധികാരികൾ നീതിയുള്ളവരായിരിക്കുവാൻ അനുവദിക്കുന്നില്ല. പരിതസ്ഥിതികൾ എന്നെ നീതിയുള്ളവനായിരിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ, എന്തു ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ നീതിമാന്മാരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? സമർപ്പിക്കൂ, അത് മതി. പരിതസ്ഥിതികൾ ചില സമയത്ത്
നമുക്ക് പ്രതികൂലമായിരുന്നാലും ശരി, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കണ്ട് നിങ്ങളെ ഉയർത്തും, മഹത്വപ്പെടുത്തും, വേഗം അതിൽ നിന്നും പുറത്തു കൊണ്ടുവരും. അതിനാൽ ഞാൻ നീതിമാനായി ജീവിക്കണം, നടക്കണം, എന്നെ സഹായിക്കണേ ദൈവമേ എന്ന് ചോദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നിലനിൽക്കും. പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഞാൻ നീതിമാനായി നടക്കണം. എന്തു ചെയ്താലും അതിൽ നീതിയുണ്ടാവണം. അങ്ങയെപ്പോലെ നീതിമാനായി നടക്കാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ. കൃപ കാണിക്കണേ. അനീതിയുള്ള ഒരു കാര്യവും ചെയ്യാത്ത വിധം എന്നെ കാത്തുകൊള്ളണമേ എന്നീ മകൻ പ്രാർത്ഥിക്കുന്നു, മകൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെ സഹായിക്കണേ. അങ്ങയുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിലനിൽക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ